മൈറ്റി ഓസ്ട്രേലിയ. ക്രിക്കറ്റ് ലോകം കാൽച്ചുവട്ടിലാക്കിയ പതിറ്റാണ്ടുകളുടെ അപ്രമാദിത്യത്തിന്റെ അമരക്കാർ. മൈൻഡ് ഗെയിം, സ്ലെഡ്ജിംഗ്, കോൺഫിഡൻസ്, മൂന്നും സമം ചേർത്ത് കങ്കാരുപ്പട കെട്ടിപ്പടുത്ത സാമ്രാജ്യം. എതിരാളിയ ഓസീസെങ്കിൽ ജയം അനന്തമായൊരു മരീചിക പോലെ ഒരു കാലം. ലങ്കൻ മണ്ണിൽ ലോകകപ്പിൽ എതിരാളിയവർ സിംബാബ്വെ. അട്ടിമറികൾക്ക് പോലും നേർത്തൊരു സാധ്യതയില്ലെന്ന നിരീക്ഷകരുടെ വിശകലനങ്ങൾ. അപ്രസക്തമായ മത്സരമെന്ന വിധിയെഴുത്തുകൾ. എന്നാൽ 2026 ഫെബ്രുവരി 13 അത് ചരിത്ര പുസ്തകത്തിലൊരു സിംബാബ്വെയുടെ അടയാളപ്പെടുത്തലാണ്. അട്ടിമറി എന്ന വാക്യത്തിൽ ഇവിടെ അവരെ ചേർത്ത് വെച്ചേക്കരുത്. കാരണം ഏതോ ഭാഗ്യനിർഭാഗ്യത്തിന്റെ അളവുകോലിൽ അപ്രതീക്ഷിത ജയഭേരിയല്ലിത്. കങ്കാരുപ്പടയെ അളന്നു പഠിച്ച് കിരീടമോഹം അടങ്ങാത്ത സഫലീകരണത്തിനായി വന്നവരാണ്. പണ്ടെങ്ങോ ക്രിക്കറ്റ് ലോകത്ത് നിങ്ങളുണ്ടാക്കിയ ജ്വാലയുടെ കണികയിൽ ഒരു തീനാളം ബാക്കിയായിരുന്നു. അത് ഊതിപ്പെരിപ്പിച്ചിന്നവർ ഓസീസിനൊരു ചരമഗീതമെഴുതി. ബെന്നറ്റിന്റെ 64 അത് ലോകം കണ്ട ഓസ്ട്രേലിയൻ തീപ്പന്തങ്ങളെ ചാരമാക്കിയാണ്. 35 വീതം നേടി മരുമനിയും റയാൻ ബേളും. 169 ലക്ഷ്യം അത് ഓസീസിന് മുന്നിൽ നിഷ്പ്രഭമെന്ന് കരുതിയെങ്കിൽ, എതിരാളിയെ തങ്ങൾക്ക് പോന്നവരല്ലെന്ന് കരുതിയെങ്കിൽ ഇനിയൊന്ന് കണ്ടുകൊള്ളുക. വെട്ടിപ്പിടിച്ച സിംഹാസനത്തിനും സാമ്രാജ്യത്തിനും നടുവിൽ ആ 11 പടയാളികളുടെ വീരോചിത പോരാട്ടം. തുടക്കം മുതൽ കണ്ടു പരിചിതമല്ലാത്ത അസ്ത്രങ്ങളെന്ന പോൽ ഓസീസിന് മുന്നിൽ അവർ പന്തെറിഞ്ഞു. 4 ഓവറുകൾ 17 റൺസുകൾ മാത്രം വഴങ്ങി 4 വിക്കറ്റുകൾ. മുസ്പ്രാണി എന്ന സിംബാബ്വൻ കരുത്തന് മുന്നിൽ കങ്കാരുപ്പട അപ്പാടെ വിറച്ചു. പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളെല്ലാം കടപുഴക്കി ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചവർ വീഴാത്ത കോട്ടയൊന്നും ക്രിക്കറ്റിലില്ലെന്ന മറുപടിയും. 2 അക്കം കാണാനായത് 3 പേർക്കെങ്കിൽ എഴുതിത്തള്ളാൻ വരട്ടെ. ഇനി അവരുടെ കാലമായിരിക്കും. റൺഷോയുടെ 65 ആഞ്ഞടിച്ച സിംബാബ്വെ കൊടുങ്കാറ്റിൽ നാണക്കേടിൽ നിന്ന് ഓസീസിനെ കരകയറ്റി. 23 റൺസുകൾ അകലെ വീഴുമ്പോൾ സ്തബ്ധിച്ചു നിന്ന ഓസീസിന് മുന്നിൽ ഇവിടെയൊന്നും നിസാരമല്ലെന്ന ഭാവത്തിൽ നിറഞ്ഞ പുഞ്ചിരിയിൽ അവരുടെ ജനതയ്ക്ക് പതിറ്റാണ്ടുകൾ പിന്നോട്ട് ചലിച്ച സുവർണകാലം.